ഡൊമിനിക്കൻ സഭാസ്ഥാപകനായ വിശുദ്ധ ഡൊമിനിക് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴൊക്കെ പല ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ പലപ്പോഴും പ്രതികൂലമായ മഴ പെയ്യാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര വെയിലുണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അദ്ദേഹം എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, പ്രതികൂലമായ കാലാവസ്ഥ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഴ പെയ്തു, യാത്ര തടസ്സപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ദൈവത്തെ വിളിച്ച് സ്തുതിക്കുകയും ആവേ മരിയ, പരിശുദ്ധാത്മാവെ വരണേ എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഉച്ചത്തിൽ ചൊല്ലി പ്രാർത്ഥിച്ച് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, പെട്ടെന്ന് ആ സഡനായിട്ട് പെയ്ത ആ മഴ നിൽക്കും, അല്ലെങ്കിൽ കാലാവസ്ഥ മാറും. അങ്ങനെ വിശുദ്ധ ഡൊമിനിക്കിന് പല അനുഭവങ്ങൾ ഉള്ളതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ, ഇതുപോലെ മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ സാഹചര്യങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ അത്ഭുതം നടക്കുമെന്നാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവചരിത്രം നമ്മോട് പറയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ സർപ്പദംശനം അവർക്ക് ഏറ്റുവെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിറുപിറുപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള അസംതൃപ്തിയോടുകൂടിയുള്ള ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവത്തെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളിൽ, സഹനങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, സ്വപ്നങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത്, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം, പ്രതികൂലങ്ങൾ നമുക്കുണ്ടാകാം. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കൈകളിലേക്ക് അവയെ സമർപ്പിക്കുവാനും ആ മേഖലകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് ചെയ്യാം. അപ്പോൾ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മധ്യസ്ഥം ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി നമുക്ക് തേടാം. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് നമുക്ക് മാറും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാ സാഹചര്യങ്ങളും എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. വീണ്ടും പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പം നമ്മുടെ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളിൽ ദൈവത്തെ ചേർത്ത് നിർത്തി, ദൈവവുമായി ആലോചന ചോദിച്ച്, ദൈവത്തിന് ആ സാഹചര്യങ്ങളെ വിട്ടുകൊടുത്ത് നമ്മൾ വിശുദ്ധ ഡൊമിനിക്കിനെ പോലെ നന്ദി പറയുവാനും പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുകയും ചെയ്താൽ ആ മേഖലകളിൽ നമുക്ക് സഹായം ലഭിക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. പ്രതികൂലങ്ങളൊക്കെയും ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ സഹായം തേടാൻ നമുക്ക് പരിശ്രമിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.